നമ്മൾ ഇതുവരെ ദേശീയ വിദ്യാഭ്യാസ നയം 1968-86 ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തതാണ് പുതിയ വിദ്യാഭ്യാസ നയം 2020. ഈ പുതിയ വിദ്യാഭ്യാസ നയം 2020മായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 1986 ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പരിഷ്കരണം ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പരിഷ്കരണമായിക്കൊണ്ടാണ് ഏതിനെ അറിയപ്പെടുന്നത്? പുതിയ വിദ്യാഭ്യാസ നയം 2020 അറിയപ്പെടുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത് 2020 ടുവേർഡ്സ് നോളജ് ഇക്കോണമി എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പരിഷ്കരണമാണ് എന്ന് പറയുന്നത് പുതിയ വിദ്യാഭ്യാസ നയം. 1968 ഏതിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നാണ്? കോത്താരി കമ്മീഷന്റെ ബേസ് ചെയ്തുകൊണ്ട് വന്നതാണ്. 1986 ഏതിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നതാണ്? 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് പുതിയ വിദ്യാഭ്യാസ നയം 1986 ആസ്പദമാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ 1900 കോത്താരി കമ്മീഷൻ 1, 2 1968 കമ്മീഷൻ 1, പിന്നെ 3 1986 4 പുതിയ വിദ്യാഭ്യാസ നയം 2020 ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ഒരു 4 കാര്യങ്ങൾ ആ ഒരു സ്ട്രക്ചർ ആയിക്കൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കാം. 2015 മുൻ ക്യാബിനറ്റ് സെക്രട്ടറി TSR സുബ്രഹ്മണ്യൻ തലവനായിക്കൊണ്ട് വിദ്യാഭ്യാസ നയത്തിനായി ഒരു കൺസൾട്ടേഷൻ പ്രക്രിയ ആരംഭിച്ചിരുന്നു എന്നാണ് 2015 മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള TSR സുബ്രഹ്മണ്യനാണ് കൊണ്ടാണ് വിദ്യാഭ്യാസ നയത്തിനായിട്ട് ഒരു കൺസൾട്ടേഷൻ പ്രക്രിയ ആരംഭിക്കുന്നത്. ഈ കൺസൾട്ടേഷൻ പ്രക്രിയ പിന്നീട് 2019 ജൂണിൽ ഡോക്ടർ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള ഒരു പാനൽ കരട് സമർപ്പിച്ചു. പാനൽ NEP കരട് സമർപ്പിച്ചു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കരട് സമർപ്പിച്ചു. ഈ കരടിനെയാണ് ഇതാണ് എന്തെന്ന് പറയുന്നത്? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. 2020 ജൂലൈ 29 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു. ആര് ഉണ്ടാക്കിയ കരട്? അത് ഡോക്ടർ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള പാനൽ ഉണ്ടാക്കിയിട്ടുള്ള കരട്. ആ ഒരു കരടിന് പറയുന്ന പേരാണ് NEP കരട് എന്ന് പറയുന്നത്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കരട് എന്ന് പറയുന്നത്. ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കരട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുന്നത് എന്നാണ്? 2020 ജൂലൈ 29 ഇതിനെയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ 3-4 പോയിന്റ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഒന്ന്, 2015 അന്നത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള TSR സുബ്രഹ്മണ്യൻ തലവനായിക്കൊണ്ടാണ് ഒരു കൺസൾട്ടേഷൻ പ്രക്രിയ ആരംഭിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ആ കൺസൾട്ടേഷൻ പ്രക്രിയ പ്രകാരമാണ് 2019 ജൂണിലാണ് ഡോക്ടർ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലാണ് ഒരു പാനൽ കരട് തയ്യാറാക്കുന്നത്. ആ പാനൽ NEP കരട് തയ്യാറാക്കുന്നത്. ഈ കരട് 2020 ജൂലൈ 29 അന്നത്തെ കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുകയുമാണ് ചെയ്തത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഈ കാര്യങ്ങൾ, ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 2020 പുതിയ വിദ്യാഭ്യാസ നയം 2020 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും ഓർത്തു വെക്കുക. TSR സുബ്രഹ്മണ്യനെ കുറിച്ചും 2015 ഉള്ളതിനെ കുറിച്ചും അത് പിന്നെ കൺസൾട്ടേഷൻ പ്രക്രിയയാണെന്നുള്ളതിനെ കുറിച്ചും പിന്നീട് കരടായിട്ട് സമർപ്പിക്കുന്ന ഡോക്ടർ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള ഒരു പാനലാണ് ആ കരട് സമർപ്പിക്കുന്നത് എന്നുള്ളതും ഈ കരട് കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുന്നത് 2020 ജൂലൈ 20 ഇതിനെയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതും ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഇതിന്റെ പ്രധാന ശുപാർശകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അടുത്ത ചോദ്യങ്ങൾ നമുക്ക് ഡെപ്ത് ആയിട്ട് ചോദിക്കുന്നത്. ഈ ശുപാർശകൾ ഒരു 10-14 ശുപാർശകളുണ്ട്, 15ഓളം ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഓർമ്മ. ആ 15ഓളം ശുപാർശകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഓർത്തു വെക്കണം. അവയുമായി ബന്ധപ്പെട്ടുള്ള ആ പോയിന്റ്സുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. അത് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, 86-നെക്കാളും 68-നെക്കാളും കോത്താരി കമ്മീഷനേക്കാളും ചോദ്യം ഒരെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോന്നെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും അതിന്റെ ഇരട്ടിയായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഇത് തന്നെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കുക. ഒന്നാമത്തെ ശുപാർശയായിട്ട് എടുത്ത് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള സംസ്ഥാന ചെലവ് GDP-യുടെ 6% വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ്. അതും ഈ 2020 അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക. 5ാം ക്ലാസ് വരെ എല്ലാ സ്കൂളുകളിലും മാതൃഭാഷ നിർബന്ധമാക്കണം എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ 8ാം ക്ലാസ് വരെ ആകാം എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, 5ാം ക്ലാസ് വരെ മാതൃഭാഷ നിർബന്ധമാക്കണം, എന്നാൽ അത് 8ാം ക്ലാസ് വരെ ആവുകയും ചെയ്യാം. മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ.
അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ അതാത് പ്രദേശങ്ങളിലെ ഭാഷയാണ് മാതൃഭാഷ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം സെക്കൻഡറി തലം മുതൽ വിദേശ ഭാഷകൾ സംസ്കൃതവും മറ്റുമൊക്കെ പഠിപ്പിക്കാം എന്നുള്ളതാണ്. വിദേശ ഭാഷകളായിട്ടുള്ള ഇംഗ്ലീഷ്, സംസ്കൃതം, മറ്റു ഭാഷകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡറി തലം മുതൽ പഠിപ്പിക്കാം എന്നുള്ളതാണ്. ഓക്കെ, രണ്ട് ഭാഷകളാണ് ആദ്യം എടുത്ത് പറഞ്ഞത്. ഒന്ന് GDP 6% തന്നെ ആയി വർദ്ധിപ്പിക്കുക, 5 ക്ലാസ് വരെയുള്ള സ്കൂളിൽ മാതൃഭാഷ ഉൾപ്പെടുത്തുക, അത് 8ാം ക്ലാസ് വരെ വേണമെങ്കിൽ ആക്കാം. സെക്കൻഡറി തലം മുതൽ വിദേശ ഭാഷകളും സംസ്കൃതവും ഉൾപ്പെടുത്താം എന്നുള്ളത്. അടുത്ത നോക്കുക, 10+2 എന്ന ഘടനയെ മാറ്റിക്കൊണ്ട് 5, 3, 3, 4 എന്ന ഘടനയാക്കി മാറ്റി. അത് മാറ്റും എന്ന് പറഞ്ഞ ആ ഒരു ശുപാർശ മുന്നോട്ട് വെച്ചതും ഏത് തന്നെയാണ്, പുതിയ വിദ്യാഭ്യാസ നയമാണ്. 10+2 എന്ന ആ ഒരു ഘടന മാറ്റിക്കൊണ്ട് 5+3+3+4 എന്ന ഘടന, ഈ ഒരു 5, 3, 3, 4 എന്നുള്ള ആ ഒരു ഘടനയും കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ഒന്ന്, 5 എന്നുള്ളത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ്. അത് പ്രീ പ്രൈമറി ഘട്ടം എന്നുള്ളതാണ്. 3 വയസ്സ് മുതലാണെന്ന് നിങ്ങൾ ഓർത്തുക്കണം. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള ആ ഒരു ഘട്ടമാണ് എന്ന് പറയുന്നത് 5 എന്ന ആ ഒരു കാറ്റഗറി പറയുന്നത്. ആ കാറ്റഗറിക്ക് പറയുന്നതാണ് പ്രീ പ്രൈമറി ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തത് അടിസ്ഥാന ഘട്ടം എന്നുള്ളതാണ്. അത് 3 വർഷമാണ്. അത് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുമാണ്. 9, 10, 11 വർഷം ആ വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് അടിസ്ഥാന ഘട്ടം എന്ന് പറയുന്നത്. അത് എന്താണ് നമ്മളിവിടെ പറയുന്നത്, 10ാം ക്ലാസ് +2 എന്നുള്ള ആ ഒരു ഘടന മാറ്റിക്കൊണ്ട് 5, 3, 3, 4 എന്ന ആ ഒരു ഘടനയാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശുപാർശ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പുതിയ വിദ്യാഭ്യാസ നയമാണ്. അതിലെ 5 എന്താണെന്നാണ് പറഞ്ഞത്, പ്രീ പ്രൈമറി ഘട്ടം എന്നുള്ളതാണ്. 3 എന്നാണ് പറയുന്നത് അടിസ്ഥാന ഘട്ടം എന്നുള്ളതാണ്. അടുത്ത 3 എന്ന് പറയുന്നത് എന്താണ്, തയ്യാറെടുപ്പ് ഘട്ടം എന്നുള്ളതാണ് അതിനറിയപ്പെടുന്നത്. തയ്യാറെടുപ്പ് ഘട്ടം, അതും അടുത്ത 3 ആണ്. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ് തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയുന്നത്. 12, 13, 14 ആ 3 വർഷമാണ് തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡറി ഘട്ടം എന്നുള്ളതാണ് പറയുന്നത്. 4 വർഷമാണ് അവിടെ വരുന്നത്. സെക്കൻഡറി ഘട്ടം എന്നുള്ളതാണ്. 14 മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ് സെക്കൻഡറി ഘട്ടം എന്ന് പറയുന്നത്. എന്താണ്, 15, 16, 17, 18 ഈ ഒരു 4 വർഷത്തെയാണ് സെക്കൻഡറി ഘട്ടം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ശുപാർശ മുന്നോട്ട് വെച്ചത് ഈ 5, 3, 3, 4 എന്ന ഈ ഒരു ഘടനയാക്കും എന്നുള്ള ഒരു ശുപാർശ മുന്നോട്ട് വെച്ചത് ആരാണ്, പുതിയ വിദ്യാഭ്യാസ നയത്തിലെ കരടിൽ പറയുന്ന കാര്യങ്ങളാണ്. ആ ഒരു ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തുക. 5 പ്രീ പ്രൈമറി ഘട്ടം എന്നുള്ളതാണ്. അടിസ്ഥാന ഘട്ടം 3 എന്നുള്ളതാണ്. തയ്യാറെടുപ്പ് ഘട്ടം അടുത്ത 3 എന്നുള്ളതാണ്. സെക്കൻഡറി ഘട്ടം അടുത്ത 4 എന്നുള്ളതാണ്. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ് പ്രീ പ്രൈമറി. 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് അടിസ്ഥാന ഘട്ടം. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ് തയ്യാറെടുപ്പ് ഘട്ടം. അതേപോലെ തന്നെ 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ് സെക്കൻഡറി ഘട്ടം. അപ്പോൾ ഈ ഒരു 3ാമത്തെ ശുപാർശ ഇതും അതിന്റെ അണ്ടറിൽ നമ്മൾ ഓർത്തെടുത്ത് പഠിക്കേണ്ടതാണ്. അടുത്ത 4ാമത്തെ ശുപാർശ എടുത്ത് പറഞ്ഞു, ഈ വിഭജനത്തിൽ നാം ഇതുവരെ ശ്രദ്ധ നൽകാതിരുന്ന 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ മാനസിക വികസനം സ്കൂൾ പഠന പദ്ധതിയിൽ അല്ലെങ്കിൽ സ്കൂൾ പാഠ്യ പദ്ധതിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണമായിട്ട് എടുത്ത് പറയുന്നത്. നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു ഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലുള്ള കുട്ടികളുടെ മാനസിക വളർച്ച അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, വൈജ്ഞാനികപരമായിട്ടുള്ള വളർച്ച ഈ സ്കൂൾ തലത്തിലേക്ക് കൊണ്ടുവരാൻ കൂടി സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നുണ്ട് PPTTCന്റെ ഭാഗം, പിന്നെ എന്താണ് മോണ്ടിസോറി പദ്ധതി, ഇങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ ഭാഗം, അതൊക്കെ ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ വന്നിട്ടുള്ള 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ മാനസിക വികസനം സ്കൂൾ പാഠ്യ പദ്ധതിയിൽ കൊണ്ടുവരാൻ ഇതുവഴി സാധിക്കുമെന്നുള്ളതാണ്. എല്ലാ അധ്യയന വർഷവും പരീക്ഷകളില്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ്. ആ ഉള്ളത് 3, 5, 8 ക്ലാസ്സുകളിൽ മാത്രമേ പരീക്ഷയുള്ളൂ എന്നുള്ളതാണ്. എല്ലാ അധ്യയന വർഷവും 3, 5, 8 ക്ലാസ്സുകളിൽ മാത്രമേ പരീക്ഷകളുള്ളൂ എന്നുള്ളതാണ്. മറ്റു വർഷങ്ങളിലേത് നിരന്തര മൂല്യനിർണയ ശൈലിയിലേക്ക് മാറും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് നിരന്തര മൂല്യനിർണയ ശൈലി എന്നുള്ളത് നിങ്ങൾ എടുത്തു പഠിക്കണം. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. അതൊരു പോർഷൻ ആയിക്കൊണ്ട് തന്നെ, ഒരു യൂണിറ്റ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് അത് എടുത്തു പഠിക്കാനുണ്ട്. എന്നാലും സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തര മൂല്യനിർണയ ശൈലി അല്ലെങ്കിൽ 3, 5, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഇയർ അവസാനത്തിൽ മാത്രം നടത്തുന്ന പരീക്ഷയാണ്. ഓക്കെ, ഇയർ എൻഡിൽ മാത്രം നടത്തുന്ന ആ ഒരു പരീക്ഷയാണ് എന്ന് പറയുന്നത്. ഈ ഒരു ആദ്യമൊക്കെ നമ്മൾ എന്താണ് ഓരോ വർഷത്തിൽ മാത്രമേ പരീക്ഷ നടത്തുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ നിരന്തര മൂല്യനിർണയ ശൈലി എന്ന് പറയുന്നത് അതിൽ 2 ഭാഗമായിക്കൊണ്ട് നമ്മൾ അതിനെ തരംതിരിച്ചായിട്ട് കാണാം. ഒന്ന് ഫോർമേറ്റീവ് എന്നും മറ്റൊന്ന് സമ്മേറ്റീവ് എന്നും.
ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നും സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളതുമാണ് അതിൽ രണ്ട് തരംതിരിവുകളായിട്ട്. ഏതില് കണ്ടിന്യൂസ് CCE എന്നുള്ളതില്, കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതില് ഫോർമേറ്റീവ് എന്നും സമ്മേറ്റീവ് എന്നും തരംതിരിച്ചതായിട്ട് നമുക്ക് കാണാം. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്നാലും എന്താണ് ഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളുകളിലോ വീടുകളിലോ നിന്ന് ചെയ്യുന്ന വർക്കുകളെയാണ് ഫോർമേറ്റീവ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ നിന്നും നമ്മൾ വീടുകളിൽ നിന്നും ചെയ്യുന്ന വർക്കുകളെയാണ് ഫോർമേറ്റീവ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് വർക്കുകൾ ഉൾപ്പെടുത്താം, അസൈൻമെന്റുകൾ ഉൾപ്പെടുത്താം, അതേപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷൻസുകൾ ഉൾപ്പെടുത്താം, മറ്റ് ക്ലാസ്സുകളിൽ നിന്നും നടത്തുന്ന മറ്റു ഓറൽ ടെസ്റ്റുകൾ, ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഫോർമേറ്റീവ് എന്നുള്ളതിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇത് 40% വെയിറ്റേജ് ആണെന്നുള്ളതാണ്. 100%ത്തിൽ 40% വെയിറ്റേജും ഏതിനാണ് കൊടുക്കുന്നത്? ഈ ഫോർമേറ്റീവ് എന്നുള്ള ആ ഒരു ഇവാലുവേഷനിലാണ് കൊടുക്കുന്നത്. ഫോർമേറ്റീവ് എന്നുള്ള ഇവാലുവേഷൻ 40% വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. ബാക്കി 60% വെയിറ്റേജ് സമ്മേറ്റീവിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്താണ് ഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളുകളിൽ നിന്നും അതേപോലെ തന്നെ വീടുകളിൽ നിന്നും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വർക്കുകളെയാണ് ഇതെന്ന് പറയുന്നത് ഫോർമേറ്റീവ് എന്നുള്ളതിൽ ഉൾപ്പെടുത്തുന്നത്. അതിനെ നമുക്ക് 4 പരീക്ഷകളായിട്ടോ അല്ലെങ്കിൽ 4 ടെസ്റ്റുകളായിട്ടോ ഒരു ഇയറിൽ ത്രൂ ഔട്ട് ഇയറിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. 4 ടെസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ 4 ഇവാലുവേഷൻ സിസ്റ്റം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ചെയ്യാം. അത് ഓറൽ ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പ്രൊജക്ടുകൾ വർക്കുകൾ എന്ന രീതിയിൽ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അസൈൻമെന്റുകൾ കൊടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ ക്വിസ് കോമ്പറ്റീഷൻസുകൾ നടത്തിക്കൊണ്ടോ ഇങ്ങനെ ഒരു 4 ക്രൈറ്റീരിയകളിൽ നിർത്തിക്കൊണ്ട് ഒരു വർഷത്തിൽ 4 എണ്ണമായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു ഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷനെ നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷനെ 4 ടെസ്റ്റുകളായിട്ട് നമ്മൾ അതിൽ ഉൾപ്പെടുത്തും. ആ 4 ടെസ്റ്റിൽ 40% ആണ് വെയിറ്റേജ് കൊടുക്കുന്നത്. ബാക്കി 60% ഏതിലാണ്? സമ്മേറ്റീവിലാണ്. എന്നാൽ സമ്മേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് സമ്മേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആ ടെസ്റ്റുകളെയാണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത്. അത് 3 മണിക്കൂർ ലോങ് ആയിക്കൊണ്ട് നടത്തുന്ന പരീക്ഷകളെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷനിൽ വരുന്നത്. അപ്പോൾ ഈ 3 മണിക്കൂറുകൾ ലോങ് ആയിക്കൊണ്ട് നടത്തുന്ന ആ ഒരു പരീക്ഷകളെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷനിൽ വരുന്നത്. അപ്പോൾ ആ സമ്മേറ്റീവ് ഇവാലുവേഷൻ 2 എണ്ണമാണ് ഒരു വർഷത്തിൽ ഉണ്ടാവുക എന്നുള്ളതും കൂടി നമ്മൾ ഓർത്തു നോക്കണം. ഈ 2 പരീക്ഷകളെയാണ് 60% വെയിറ്റേജ് കൊടുത്തുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് 100% ആക്കി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 60% സമ്മേറ്റീവും 40% ഫോർമേറ്റീവുമായിട്ടുള്ള ഇവാലുവേഷനെ മൊത്തത്തിൽ പറയുന്നതാണ് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. മറ്റു രീതിയിൽ കൂടി കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനെ പറയാം അക്കാദമികവും അക്കാദമികേതരവുമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം കൂടി ടോട്ടൽ ആയിട്ട് അസസ്മെന്റ് നടത്തുന്ന രീതിയാണ് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് ഒരു ഇയറിൽ ത്രൂ ഔട്ട് ചെയ്യുന്നതിനാണ് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഥവാ ആദ്യം 2 ഫോർമേറ്റീവ് ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നു. അടുത്ത 2 ഫോർമേറ്റീവ് ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത മറ്റൊരു സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരു ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് അക്കാദമികവും അക്കാദമികേതരവും കൂടാതെ തന്നെ കുട്ടികളുടെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച്, സ്കില്ലിനെ കുറിച്ച്, പിന്നെ അതേപോലെ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളെ കുറിച്ച്, മറ്റു കുട്ടികൾക്ക് അതിനോടുള്ള സ്റ്റഡിനെസിനെ കുറിച്ച്, സ്ഥായി ആയിട്ടുള്ള ഒരു മനോഭാവത്തെ കുറിച്ച്, സ്ട്രെസ് ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഉത്കണ്ഠ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ച്, അതേപോലെ തന്നെ ടീം വർക്കിനെ കുറിച്ച്, അതേപോലെ തന്നെ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച്, അതേപോലെ തന്നെ മറ്റു ബിഹേവിയർ പെരുമാറ്റ ചട്ടങ്ങളെ കുറിച്ചും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിൽ അസസ്മെന്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് കൂടി അതിന്റെ ഒരു വശമായിട്ട് നമ്മൾ എടുത്തു പഠിക്കേണ്ടതാണ്, എടുത്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന്റെ ഒരു കാര്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു ശുപാർശകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ നയത്തിന്റെ വിദ്യാഭ്യാസ ശുപാർശകളിൽ എല്ലാ അധ്യയന വർഷവും പരീക്ഷകളില്ല, മറിച്ച് 3, 5, 8 ക്ലാസ്സുകളിലാണ് പരീക്ഷകൾ ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. 3, 5, 8 ക്ലാസ്സുകൾ പരീക്ഷ അത് ഇയർ എൻഡിൽ നടത്തുന്ന പരീക്ഷയാണ്. 3, 8, 5, 8 ക്ലാസ്സുകൾ പരീക്ഷ നടത്തുന്നത്. എന്നാൽ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്, നിരന്തര മൂല്യനിർണ്ണയ ശൈലിയാണ്. ആ നിരന്തര
മൂല്യനിർണ്ണയ ശൈലിയിൽ 2 സിസ്റ്റം ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഒന്ന് ഫോർമേറ്റീവ് ആണ്, മറ്റൊന്ന് സമ്മേറ്റീവ് ആണ്. ഫോർമേറ്റീവ് നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ക്വിസ് കോമ്പറ്റീഷൻസോ പ്രൊജക്ട് വർക്കുകളോ അസൈൻമെന്റുകളോ അതല്ലെങ്കിൽ പിന്നെ എന്താണ് ഓറൽ ടെസ്റ്റുകളോ മറ്റോ കാര്യങ്ങളൊക്കെയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 മണിക്കൂർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്ക് പരീക്ഷ നടത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അഥവാ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഇത് രണ്ടും ഉൾപ്പെടുന്നതിനാണ് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ച് മനസ്സിലാക്കി വെക്കുക. നമുക്ക് വരുന്ന ക്ലാസ്സുകളോട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് എന്താണ് സമ്മേറ്റീവ് എന്താണ് ഫോർമേറ്റീവ് എന്നുള്ളതും കൂടി ആ ക്ലാസ്സുകൾ കൊണ്ട് കൂടി കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ശുപാർശ 10-12 ക്ലാസ്സുകളിൽ ബോർഡ് പരീക്ഷകൾ നടക്കുമെങ്കിലും നിലവിലുള്ളതിൽ നിന്നും സമഗ്ര വികസനം ലക്ഷ്യമാക്കി പുനർനാമകരണം ചെയ്യും. ഇതിനുള്ള മാനദണ്ഡം പരാഗ് നിർണയിക്കും എന്നുള്ളതാണ്. അതായത് 10+2 ക്ലാസ്സുകളിൽ ബോർഡ് പരീക്ഷകൾ നടക്കുമെങ്കിലും നിലവിലുള്ളതിൽ നിന്നും സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പുനർനാമകരണം ചെയ്യും എന്നുള്ളതാണ്. ഇതിന് മറ്റൊരു പേര് SSLC എന്നുള്ളത് മാറ്റി മറ്റൊരു പേര് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ SSLC എന്നുള്ളത് +2 മേർജ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്നത് അത് ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ്. അതൊരു സ്കൂൾ എന്ന ഘട്ടത്തിലേക്ക് മാറുകയും നമ്മളിപ്പം പിന്നെ 7ാം ക്ലാസ് വരെ ഒരു സ്കൂള്, അതേപോലെ തന്നെ 7 മുതൽ 10 വരെ ഒരു സ്കൂള്, 10 +1 മുതൽ +2 വരെ മറ്റൊരു സ്കൂൾ എന്നുള്ള ഒരു സംഭവം മാറി 8 മുതൽ +2 വരെയുള്ള ഒരു സ്കൂൾ എന്നുള്ള ഒരു സംഭവത്തിലേക്കൊക്കെ വരും എന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ നാമകരണം ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ എടുത്തു പറയുന്നത്. അത് നമുക്ക് വരുമ്പോൾ മാത്രമാണ് അത് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 10+12 ക്ലാസ്സുകളിൽ ബോർഡ് പരീക്ഷകൾ നടക്കുമെങ്കിലും നിലവിലുള്ളതിൽ നിന്നും സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പുനർനാമകരണം ചെയ്യും. ഇതിനുള്ള മാനദണ്ഡം ആര് നിർണ്ണയിക്കും? അത് പരാഗ് നിർണ്ണയിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പരാഗ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. അത് ഈ പുതിയ വിദ്യാഭ്യാസ നയം 2020 മനസ്സിലാക്കിയുള്ളവർക്ക് മാത്രമേ പരാഗ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമാണ് അത് പഠിച്ചെടുക്കൽ. പെർഫോമൻസ് അസസ്മെന്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നുള്ളതും ഈ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന്റെ അണ്ടർ നമ്മൾ എടുത്ത് പറയുന്നതുമാണ്. അപ്പോൾ അത് പരാഗാണ് നിർണ്ണയിക്കുക. അപ്പോൾ പരാഗിന്റെ എലാബറേഷൻ എന്താണെന്ന് ഓർത്ത് നോക്കുക. പെർഫോമൻസ് അസസ്മെന്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് പരാഗ് എന്നതിന്റെ എലാബറേഷൻ ആയിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ 6ാമത്തെ ശുപാർശയാണ് പുതിയ വിദ്യാഭ്യാസ നയം 2020 ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. 7ാമത്തെ എന്താണ്? ഒരു വിദ്യാർത്ഥികളുടെ കരിക്കുല ഭാരം കുറയ്ക്കും എന്നുള്ളതാണ്. ഇത് വിദ്യാർത്ഥികളുടെ കരിക്കുല ഭാരം കുറയ്ക്കുക. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ കരിക്കുല ഭാരം കുറയ്ക്കുന്നത്? നമ്മൾ ഘട്ടമായിക്കൊണ്ട് പല ചെറിയ ടെസ്റ്റുകൾ, ചെറിയ അസസ്മെന്റുകൾ നടത്തുക വഴി കുട്ടികൾ അത് പല ആവർത്തി ആ പരീക്ഷകൾ നടത്തുക ഒക്കെ ചെയ്യുക വഴി കുട്ടികൾക്ക് ആ സ്ട്രെസ് അങ്ങോട്ട് ഇല്ലാണ്ടാവും, ഭാരം കുറയും, ആ ടെൻഷൻ അങ്ങോട്ട് മാറും, പരീക്ഷ എഴുതാനുള്ള ആ ഒരു പ്രയാസം തന്നെ ഇല്ലാണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കരിക്കുല ഭാരം കുറയ്ക്കും. വിഷയങ്ങൾ കൂടുതൽ ഇന്റർ ഡിസിപ്ലിനറി ആകും എന്നുള്ളതാണ്. ഒരു മാത്സ് പഠിക്കുന്നതും ഫിസിക്സ് പഠിക്കുന്നതും കെമിസ്ട്രി പഠിക്കുന്നതും ഇവയെല്ലാം പരസ്പരം ലിങ്ക്ഡ് ആണ്. ഹ്യൂമാനിറ്റീസ് പഠിക്കുകയാണെങ്കിൽ പോലും ഇത് പരസ്പരം ലിങ്ക്ഡ് ആണ്. ആർട്സ് പഠിക്കുകയാണെങ്കിൽ പോലും പരസ്പരം ലിങ്ക്ഡ് ആണ്. ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകളും ഇന്റർ ഡിസിപ്ലിനറി ആവും എന്നുള്ളതാണ്. പരസ്പര ബന്ധം വരും എന്നുള്ളതും കൂടി ഇതിന്റെ ഒരു ശുപാർശയായിട്ട് എടുത്ത് പറയുന്നതാണ്. ബഹുഭാഷാ കഴിവുകളിൽ പ്രാവീണ്യം നേടാൻ ഇത് ഉപകരിക്കും. അതേപോലെ തന്നെ കല, ശാസ്ത്രം, പാഠ്യം, പാഠ്യേതരം, തൊഴില്, അക്കാദമികം ഈ സ്ട്രീമുകളെല്ലാം തമ്മിൽ കർശനമായ വേർതിരിവുകളില്ല എന്നുള്ളതും കൂടി ഇതിന്റെ മറ്റൊരു ശുപാർശയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഇന്റർ ഡിസിപ്ലിനറി ആകുമെന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ്? ഈ പറഞ്ഞിട്ടുള്ള കല, ശാസ്ത്രം, പാഠ്യം, പാഠ്യേതരം, തൊഴില്, അക്കാദമികം ഈ സ്ട്രീമുകളെല്ലാം കർശനമായ വേർതിരിവുകൾ ഉണ്ടാവില്ല. വേർതിരിവുകൾ ഉണ്ടാകും, പക്ഷെ കർശനമായ വേർതിരിവുകൾ ഉണ്ടാവില്ല. ഒരു കല പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു പക്ഷെ എന്ത് ചെയ്യും, ആ ഒരു ജോമെട്രിക്കൽ പ്രസന്റേഷനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ഗോത്തിക് കലയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് ആർട്ടിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ കുറെ മാത്തമാറ്റിക്കൽ കുറെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു കലയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വേണമെങ്കിൽ എന്താണ് മാത്സ്, ആ മാത്സിലെ ജോമെട്രിക് കാൽക്കുലേഷൻസിനെ കുറിച്ചും അതേപോലെ തന്നെ സർക്കിളിന്റെ കാര്യങ്ങളെ കുറിച്ചും അത് അപ്ലൈ ചെയ്ത കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു എൻവയോൺമെന്റൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഫിസിക്സിനെ കുറിച്ചും കെമിസ്ട്രിയെ കുറിച്ചും ബയോളജിയെ കുറിച്ചും നമ്മൾ ഉൾപ്പെടുത്താം. അപ്പോൾ അത് കർശനമായ വേർതിരിവുകൾ ഉണ്ടാവില്ല എന്നുള്ളത് അതിന്റെ മറ്റൊരു ശുപാർശയാണ്. IIT-കൾ പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ്
ടിസ് പോലുള്ള IIT-കൾ പോലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ പോലുള്ള സ്ഥാപനങ്ങളിൽ പോലും മാനവിക വിഷയങ്ങൾ ഉൾപ്പെടുത്തും. അത് ഇതിന്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തു പറയുന്ന കാര്യമാണ്. നിങ്ങൾ IIT-യിൽ സോഷ്യൽ വർക്ക് പഠിക്കുക, നിങ്ങൾ IIT-യിൽ ഹ്യൂമൻ മാനവിക വിഷയങ്ങളിൽ എൻട്രൻസ് ചെയ്യും എന്ന രീതിയിൽ പറയുന്നതിന്റെ ഇതിന്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. അപ്പോൾ IIT-കൾ പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശാസ്ത്രം, കലയും മാനവിക വിഷയങ്ങളും പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി കൊണ്ടുവന്നാണ്. ഒന്നിലധികം എക്സിറ്റ് ഓപ്ഷനുകളുള്ള 4 വർഷത്തെ ബിരുദ പഠന നയം നിർദ്ദേശിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഒന്നിൽ അധികം എക്സിറ്റ് ഓപ്ഷനുകൾ എന്ന് പറയുന്നത്? ഒന്നിലധികം എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സിന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 3 വർഷം കഴിയാതെ നിങ്ങൾ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ആവില്ല. എന്നാലോ 3 വർഷം ഡിഗ്രി കോഴ്സിൽ നിങ്ങൾ 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരികയാണ് ഒരു ഡിഗ്രി ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ട് ഒരു 1.5 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ തരാണ്. അപ്പോൾ തുടർന്ന് പഠിക്കാൻ വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഡിപ്ലോമ കോഴ്സെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അടുത്ത 1.5 വർഷം കൂടി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഡിഗ്രി എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ നൽകുള്ളൂ. അപ്പോൾ ഒന്നിലധികം എക്സിറ്റ് ഓപ്ഷനുകൾ നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നതാണ് 4 വർഷത്തെ പഠനം പൂർത്തിയാക്കിയാൽ ആ വ്യക്തിക്ക് കൊടുക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ബിരുദമാണ്. എന്നാലോ 2 വർഷം പൂർത്തിയാക്കിയിട്ടാണ് ആ കുട്ടി പുറത്തിറങ്ങുന്നതെങ്കിൽ അവർക്ക് നൽകുന്നതാണ് ഡിപ്ലോമയുമാണ് അവർക്ക് നൽകുന്നത്. അപ്പോൾ ഒന്നിലധികം എക്സിറ്റ് ഓപ്ഷനുകളുള്ള 4 വർഷത്തെ ബിരുദ പഠന നയം നിർദ്ദേശിക്കും എന്നുള്ളതും ഏതിന്റെ ഭാഗമായി വന്നാണ്? പുതിയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി നിർദ്ദേശിക്കുന്നതാണ്. കരടിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 12 നമ്മൾ കഴിഞ്ഞു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ പറയുന്നത്. MPhil കോഴ്സുകൾ നിർത്തലാക്കും എന്ന് പറഞ്ഞതും ഏതിന്റെ കരടിന്റെ ഭാഗമാണ്? പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരടിന്റെ ഭാഗമാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതായിട്ട് ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, അതിന് പറയുന്ന പേരാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, HECI. നിങ്ങൾ പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ വന്നപ്പോൾ തെറ്റിച്ചിട്ടുള്ളതായിരിക്കും. കേട്ടന് പോലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് HECI എന്താണെന്ന് എലാബറേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ട് തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷേ അത് ഇതിന്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ HECI രൂപീകരിക്കും. അത് ഏതിന്റെ ഭാഗമാണ്? പുതിയ വിദ്യാഭ്യാസ നയം എന്നുള്ളതിന്റെ ഭാഗമാണ്. ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, ആ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനെയാണ് HECI എന്ന് പറയുന്നത്. അത് രൂപീകരിക്കും എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വന്നാണ്. എന്നാലോ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ വന്ന മറ്റൊരു കാര്യമാണ് GER, മൊത്ത എൻറോൾമെന്റ് അനുപാതം വർദ്ധിപ്പിക്കുക എന്നതാണ് കൗൺസിലിന്റെ ലക്ഷ്യമായി കൊണ്ടെടുത്ത് പറയുന്നത്. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, കുട്ടികൾ കോഴ്സുകൾ പഠിക്കാൻ കയറുന്നതിന്റെ അളവ് കൂട്ടുക. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, മൊത്ത എൻറോൾമെന്റ് അനുപാതം വർദ്ധിപ്പിക്കുക എന്നതാണ് HECI-യുടെ പ്രധാന ലക്ഷ്യമായിട്ട്, ഈ കൗൺസിലിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് എടുത്തു പറയുന്നതും കൂടി ഓർത്തു വെക്കുക. ഇനി ഈ അടുത്ത് നോക്കുക, ഈ HECI-ക്ക് അല്ലെങ്കിൽ HECI ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് 4 ഉപവിഭാഗങ്ങൾ ഉണ്ടാകും എന്നും കൂടി ഇതിന്റെ അവസാനമായിട്ട് എടുത്തു പറയുന്നത്. 4 ഉപവിഭാഗങ്ങൾ ഉണ്ടാവും. അത് നമ്മളോട് ചോദിക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇതിവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. HECI ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന ഈ ഒരു വിഭാഗത്തിന് 4 ഉപവിഭാഗങ്ങൾ കൂടി ഉണ്ടാവും. ഏതൊക്കെയാണ് ആ 4 ഉപവിഭാഗങ്ങൾ? ഒന്ന് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വരുന്നത്, മറ്റൊന്ന് മാനദണ്ഡം അല്ലെങ്കിൽ റെഗുലേറ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്നത്, മറ്റൊന്ന് ധനസഹായം, അത് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത്, മറ്റൊന്ന് അംഗീകാരം അഫിലിയേഷൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അങ്ങനെ 4 ഉപവിഭാഗങ്ങൾ ഏതിനുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഈ HECI-ക്കുണ്ടാവും. ഹയർ എഡ്യൂക്കേഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന ആ ഒരു വിഭാഗത്തിനുണ്ടാവും. ദേശീയ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററി കൗൺസിൽ, അത് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ്, കൺട്രോളുമായി ബന്ധപ്പെട്ടാണ്. പൊതു വിദ്യാഭ്യാസ കൗൺസിൽ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ ഗ്രൗണ്ട് കൗൺസിൽ ധനസഹായവുമായി ബന്ധപ്പെട്ടതാണ്. ദേശീയ അക്രഡിറ്റേഷൻ കൗൺസിൽ അംഗീകാരവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഈ ഒരു 4 ഉപവിഭാഗങ്ങളായി കൊണ്ടുകൂടി ഏതിനെ തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയെ തരംതിരിച്ചിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനെ തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ
ഇതിന്റെ വിദ്യാഭ്യാസ നയത്തിനോടനുബന്ധിച്ചുകൊണ്ട് പിന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ അവസാനമായിക്കൊണ്ട് നമുക്ക് എടുത്ത് നോട്ട് ചെയ്യേണ്ട കുറച്ച് സ്ഥാപനങ്ങൾ കൂടി നമ്മൾ നോട്ട് ചെയ്യണം. NEP 2020 തുടങ്ങുവാൻ നിർദ്ദേശിച്ച മറ്റു സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിയുമെങ്കിലും ഒന്ന് ഓർത്തു വെക്കുക, ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അത് ഒന്ന് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, 2 ദേശീയ ഗവേഷണ ഫൗണ്ടേഷൻ, 3 ദേശീയ മെന്റിംഗ് മിഷൻ, അതേപോലെ തന്നെ 4 സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ്, 5 ദേശീയ പുസ്തക പ്രൊമോഷൻ നയം, 6 നാഷണൽ മിഷൻ ഫോർ ബേസിക് ലിറ്ററസി, 7 ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട്, 8 ദേശീയ വിദ്യാഭ്യാസ സാങ്കേതിക ഫോറം, 9 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ദെൻ ലാസ്റ്റ് വൺ പരാഗ്. എന്താണ് പരാഗ് എന്നുള്ളതും? പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അപ്പോൾ ഈ NEP 2020 തുടങ്ങാൻ നിർദ്ദേശിച്ച മറ്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ അതിൽ പെടാത്ത സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം ഇവയല്ലാത്ത മറ്റേതും അതിൽ പെടാത്തതാണെന്ന് നിങ്ങൾക്ക് പറയാനും കൂടി കഴിയണം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റഡ് ആവും. നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും, മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് ഉത്തരം നൽകാൻ കഴിയും. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, എഡ്യൂക്കേഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അത് ഏതിന്റെ ഭാഗമായിട്ടാണ്? വിദ്യാഭ്യാസ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുന്ന മേഖലയാണ് ഏതെന്ന് പറയുന്നത് വിദ്യാഭ്യാസ കമ്മീഷനുകൾ. അത് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ അത് ഡീറ്റെയിൽഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അത് PSC തലത്തിലാണെങ്കിലും മറ്റേത് തലത്തിലാണെങ്കിലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നതാണ്. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ അറിയുക വഴി നമുക്ക് കുറെ കാര്യങ്ങൾ കൂടി ഒരു എനർജറ്റിക് വരും, നമ്മൾ കോൺഫിഡൻസ് ലെവൽ വരും, നമുക്ക് വിഷയങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവും എന്നുള്ളതും കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്ത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളതാണ് 1 രാധാകൃഷ്ണൻ കമ്മീഷൻ, 2 മുതലിയാർ കമ്മീഷൻ, 3 കോത്താരി കമ്മീഷൻ, 4 ദേശീയ വിദ്യാഭ്യാസ നയം, 5 ദേശീയ വിദ്യാഭ്യാസ നയം 86, 6 പുതിയ വിദ്യാഭ്യാസ നയം 2020. അപ്പോൾ ഈ ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റി 1977, രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990, ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 1992, യശ്പാൽ കമ്മിറ്റി 1993. ഇത്രയുമാണ് നമ്മൾ ഏതിന്റെ ഭാഗമായി കൊണ്ടെടുത്ത് പഠിക്കാൻ പോകുന്നത്? പൊതുവിദ്യാഭ്യാസ നയവും ചരിത്രവും എന്നതിന്റെ ഭാഗത്ത് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള കമ്മീഷന്റെ 10 എണ്ണം എന്നുള്ളതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതിൽ അടുത്ത 4 കാര്യങ്ങൾ കൂടിയാണ് വരും ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. LPSI UPSI ലോങ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ റെഫർ ചെയ്യാൻ ശ്രമിക്കുക, നമ്മളുടെ നമ്പർ കൊടുക്കുക. കേട്ടറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ നമ്പർ നിങ്ങൾ റെഫർ ചെയ്യുക. നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് തന്നെ ലഭിക്കും. ഇത് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ്, അത് നിങ്ങൾക്ക് പേഴ്സണൽ ആയിക്കൊണ്ട് തന്നെ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.